അങ്ങോട്ട് നോക്കി മെല്ലെ പോയി മെല്ലെ അങ്ങോട്ട് നോക്കി നമ്മൾ ആനനെ കണ്ട് ഗൈസ്. ആനെ കണ്ട് മക്കളെ പൊയ്ക്കോളി, അവിടെ നിൽക്കണ്ട ഗൈസ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ ഒരു സ്വപ്നം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാബിച്ച് വർത്താൻ പറഞ്ഞോളി, ഒരു കുഴപ്പമില്ല. ബാബിച്ച് പറഞ്ഞോളിട്ടോ, മാഫി മുഷ്കിൽ. ബാബിച്ച് വിചാരിക്കുന്ന ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ബാബിച്ച് എന്തോ ചൂണ്ടി കാണിക്കുക. ബാബിച്ച് വണ്ടി ഓടിക്കുക, ഉമ്മച്ചി ബാബിച്ചിൻ്റെ ഒരു സൈഡിലിരിക്കുക, ബേക്കിൽ ഞാനും ഇരിക്കുക. അങ്ങനെ മുമ്പിൽ 3 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റൂലല്ലോ കാറിൽ, ലോറിയിലൊക്കെ ആടയിൽ ഇരിക്കാനും. അപ്പം നമ്മൾ പുൽപ്പള്ളി റോഡിന് അങ്ങനെ കാട്ടിൽ പോകുമ്പോൾ വല്ല ആനനെ കടുവേനെയൊക്കെ കണ്ടെങ്കിൽ കാണിച്ചും തരാം. ഇവിടെ ഒരു അമ്പൻ ആൽമരുണ്ട്. നമ്മളെ നാട്ടിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ പച്ചപ്പും ഈ ഹരിതാപവും. നമ്മളെ നാട് ഏതാ പൊളി. ഇമ്മച്ചേ ഒന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് ഹായ് പറഞ്ഞാൽ ഹായ്. ഇതാ പാപ്പിച്ച് ഇങ്ങോട്ട് നോക്കണ്ട, നേരെ മുമ്പിലേക്ക് നോക്കിയിട്ട് ഹായ് പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു സന്തോഷം ആണ് ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാല്. പക്ഷേ എങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ ഞാനതിന് വണ്ടി ഓടിക്കട്ടെ, വാപ്പച്ചി ഈ സൈഡിൽ ഇരിക്കുക ചെയ്യാം. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പച്ചി വണ്ടി ഓടിക്കുന്നു, ഞാനിതാ വെഹിക്കിൾ അങ്ങനെ ഇരിക്കുന്നു. നമ്മള് മുത്തുമണികൾ ഫ്രണ്ടിൽ 2 ആൾക്കാർ. അപ്പൊ നമ്മള് കാട്ടിക്കൂടെ അങ്ങനെ പോവുകയാണ്. നമ്മൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ നാടിന്റെ ഒരു വൈബ്, ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വേറൊരു ഇതല്ല വാപ്പച്ചി. നമ്മളെ നാട് പൊളിയല്ലപ്പാ. ഗൈസ് ഇങ്ങോട്ട് നോക്കി, നമ്മളെ നാടുണ്ടല്ലോ പൊള്ളിയാണ്. നമ്മൾ ഏത് യൂറോപ്പിലും ഏത് അറബ് രാജ്യത്ത് പോയാലും കായൊക്കെ അവിടുത്തെ സെറ്റാണ്. പക്ഷെ നമ്മളെ നാട്ടിലത്തെ ആ ഒരു സുഖം നമുക്ക് ലോകത്തിൽ, നമ്മളെ നാട്ടിൽ ജീവിക്കാനുള്ളൊരു സുഖം നമുക്ക് ലോകത്ത് എവിടെ പോയാലും കിട്ടില്ല. അങ്ങോട്ട് നോക്കി ഈ പച്ചപ്പും ഈ ഹരിതാപവും, അയ്യാ പൊളി പൊളി, ഭയങ്കര ഹാപ്പി ഉണ്ടോ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കില്ല, പഠിച്ചവൻ എല്ലാവർക്കും നല്ല സന്തോഷവും ബർക്കത്ത് റഹ്മത്തൊക്കെ തെറ്റാണ്, നല്ല അനുഗ്രഹമൊക്കെ തെറ്റേന്ന്. അതേപോലെ നമ്മളുടെ സന്തോഷം നിലനിർത്തി തെറ്റേന്ന്. ഒരുപാട് കാലത്ത്, ചില കാലത്ത് നമ്മൾ കഷ്ടപ്പെട്ടാൽ ടെൻഷൻ അടിച്ചാൽ ഒരു കാലത്ത് നമുക്ക് സന്തോഷം ഉണ്ടാവും. ഇത് നമ്മളിപ്പോൾ കുപ്പാടി ജംഗ്ഷൻ അല്ല വെച്ചത്, കുപ്പാടി, നമ്മൾ കുപ്പാടി എത്തി. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന വയ്ക്കുന്ന ചെതലയും നമ്മളെ ബീഫ് സ്റ്റാളൊക്കെ കാട്ടിയിട്ടുണ്ട്. നമ്മളെ മജീദ് ഖാൻ്റെ ബീഫ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തേക്ക് അല്ല, ഇത് തേക്ക് മുറിച്ചിട്ടുന്നല്ലേ, ഇത് ഗവൺമെന്റ് തന്നെ മുറിച്ചിട്ടിട്ട് വേണ്ടോ വിൽക്കാനിട്ടിക്കുന്നല്ലേ തേക്ക്. എന്തോരം തേക്കുകളാണെന്നറിയാം ഇവിടെ മുറിച്ചിട്ട് വിൽക്കാനിട്ടിക്കുന്ന ഒരു ലോഡുണ്ട്. അത് അവിടെ ആൾക്കാർ വന്ന് തേക്ക് നോക്കുന്നുണ്ട്. തേക്ക് നോക്കല്ലോ, ഒരു തേക്കിന്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കണം. അപ്പാ സംഭവം നോക്കിയേ, ആണല്ലേ, നമുക്കൊക്കെ വാങ്ങാൻ പറ്റുമോ? അവിടെ ഒരു സെന്റ് മേരീസ് ഡിവൈൻ ധ്യാന കേന്ദ്രം കുപ്പാടി. ഇങ്ങനെ വീടുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റൂട്ടോ. അവിടെ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ, സംഭവം അടിപൊളി. നമ്മളെ റോഡ് പോകുന്നൊക്കെ അല്ല ആനേനെ കുതിരേനെ അല്ല, കുതിര ഉണ്ടാവില്ല, ആന കടുവ സിംഹം പുലിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടാൽ ഭാഗ്യം. പക്ഷെ രാത്രിയാണ് ഉണ്ടാവും. രാത്രി നമുക്ക് ഇങ്ങോട്ട് നോക്കി ഏതാ സെറ്റ്. നമ്മൾ കാട്ടിലേക്ക് കയറാൻ പോവാണേ. ഇത് കുപ്പാടി ചെക്ക് പോസ്റ്റ്. ഇതല്ല വെച്ചാൽ കുപ്പാടി ചെക്ക് പോസ്റ്റ്. ഇതാണ് കുപ്പാടി ചെക്ക് പോസ്റ്റ് അല്ലേ. ഇതൊരു കുഞ്ഞാറ്റ ഒരു വണ്ടി അതായിരുന്നു അങ്ങോട്ട് പോയി. ഇപ്പം നമ്മൾ കാട്ടിക്കൂടെ അങ്ങനെ പോകാണ്ട് അടിപൊളിയില്ലോ. കാട്ടിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. കാട്ടിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കയറല് കാണുന്നൊരു ഏരിയ കിട്ടിട്ടത് ഈ വളവിൽ എപ്പോഴും ആന ഉണ്ടാവും. എലിഫന്റ് ട്രെസ്പാസിംഗ് ഇവിടെ എപ്പോഴും ചെയ്തിട്ടുണ്ട്. ആനനെ കാണലുണ്ട്. പക്ഷേ എങ്കിൽ ഇപ്പോൾ നട്ടുച്ചായതുകൊണ്ട് ആനല്ല. ഇവിടെ ഈ താഴെ കുളമുണ്ട്. ആ കുളത്തിൽ ആന ഇത് വെള്ളം കുടിക്കാൻ വരാറുണ്ടായി. ഗൈസ്, അപ്പം നമ്മൾ ആനേനെ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാ അങ്ങോട്ട് നോക്കി മെല്ലെ പോയി, മെല്ലെ അങ്ങോട്ട് നോക്കി നമ്മൾ ആനനെ കണ്ട് ഗൈസ്. ആനെ കണ്ട് മക്കളെ പൊയ്ക്കോളി, അവിടെ നിൽക്കണ്ട. അത് കാണാതെ മരം മുറിച്ചിട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആനയെ കണ്ടിരിക്കുകയാണ്. സെറ്റ്
ഇനിയും ആനേനെ കാണുന്നാണ് വെച്ച് പറയും. ഗൈസ് നമ്മളിപ്പോ ചെതലയത്തെത്തി. നമ്മൾ ചെതലയത്തെത്തിയിട്ട് ഇതാണ് ചെതലയത്തുള്ള നമ്മളുടെ സ്വന്തം മജീദ് ഖാന്റെ ബീഫ് കട. ഞാൻ വന്നിട്ട് കഴിച്ചിട്ടുണ്ട്. അവിടെ മജീദ് മുമ്പ് അവിടെ വൻ തിരക്കാണ്. മജീദ് ഖാന്റെ ബീഫ് കടയിൽ KMS ഹൗസ് നല്ല തിരക്കുണ്ട്. എന്തൊരു ഭംഗിയാ, നിറച്ച് കവുങ്ങുകളുടെ കള്ളിയാണ്. അങ്ങോട്ട് നല്ല ഭംഗിയില്ലേ, അടിപൊളിയല്ലേ. ഐസ് ഇവിടെയൊക്കെ കാട്ടുതീ ഉണ്ടായിട്ടുണ്ടോ? ഇവിടുത്തെ ഈ സ്ഥലത്തിന് ഭയങ്കരമായ ഒരു ചരിത്രം പറയാനുണ്ട്. ചരിത്രം പറയാണ്ട് പറഞ്ഞാൽ ഇവിടുന്ന് എൻ്റെ വാപ്പിച്ച് പണ്ട് പണിക്ക് പോകുമ്പോൾ, പിന്നെ അതിനെപ്പറ്റി നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ അല്ലേ. കടുവേനാണോ വായിക്കാൻ കണ്ടത്, പുലീനാണോ കണ്ടേ? വാപ്പിച്ച് രാവിലെ പൊലിച്ചൊക്കെ എത്ര മണിക്കാ അതിനെപ്പറ്റി നമ്മളൊരു വേറൊരു വീഡിയോ ഉണ്ട്. വാപ്പച്ചിന്റെ കൺമുമ്പിൽ നേരെ കടുവേനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, നേരെ കടുവേനെ കണ്ടിട്ടുണ്ട് വാപ്പച്ചി നേരെ മുമ്പിൽ. കടുവ അന്തം വിട്ട്, വാപ്പച്ചി അന്തം വിട്ട്. എന്താന്നറിയാം, കടുവ വാപ്പച്ചി നോക്കുമ്പോ വാപ്പച്ചിന്റെ മുമ്പിൽ ഒരു കടുവ നോക്കുമ്പോ കടുവന്റെ മുമ്പിൽ വേറൊരു കടുവ. ഞങ്ങളുടെ കടുവയാണ് ഞങ്ങളുടെ വാപ്പച്ചി, ഞങ്ങളുടെ മുത്തുമണി സിംഗമാണ് ഞങ്ങളുടെ വാപ്പച്ചി. അങ്ങനല്ല വായിച്ചേ, മുമ്പിൽ കടുവ വാപ്പച്ചിന്റെ, കടുവ തിരിച്ചു നോക്കും വാപ്പച്ചിന്റെ മുമ്പിൽ ഒരു സിംഗം. 35 കൊല്ലം മുമ്പത്തെ കഥയാണ് കേട്ടോ. അടച്ചോൻ അന്ന് കാത്തു രക്ഷിച്ചതാണ്. ഇങ്ങോട്ട് നോക്ക്, അതിനെ പറ്റി നമുക്ക് വീഡിയോടാ. ഇത് നോക്ക്, കാട്ടുന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് വാപ്പച്ചി ഗൾഫിൽ പോയത്. ഇങ്ങോട്ട് നോക്ക്, കാട്ടുതീ. ഇതെന്താ ഇങ്ങനെ കത്തിച്ചേ? സൈഡ് മാത്രമേ കത്തിയിട്ടുള്ളൂ, ഉള്ളിലേക്ക് കത്തിയിട്ടില്ല. അറിയൂല, ഈ സൈഡ് മൊത്തത്തില് തീയിട്ടിട്ടുണ്ട്. ആ സൈഡും തീയിട്ടിട്ടുണ്ട്, ഈ സൈഡും തീയിട്ടിട്ടുണ്ട്. ആ മൃഗങ്ങൾ ഇങ്ങോട്ട് തിന്നു വരാണ്ടിരിക്കാനല്ലേ. സുഹൃത്തുക്കളെ, നമ്മൾ കാടിലൂടെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കി, കാട്ടിൽ ആനയും കടുവയും പുലിയും ഒന്നും കാണുന്നില്ല. പക്ഷെ എല്ലായിടത്തും ആനയും കടുവയും പുലിയൊക്കെ ഉണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട്. ഓക്കെ, എന്ത് ഭംഗിയല്ലേ നമ്മൾ നാട് കാണാൻ. ആ മരങ്ങളും ആ ഒരു പച്ചപ്പും ആ ഒരു പുതലിപ്പല്ല എന്തെന്നതിന് പറയാ, പച്ചപ്പും ഹരിതാപരകരവും. അപ്പോൾ വന്നിട്ട് നമ്മൾ നാട് കണ്ടല്ലോ. നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇനി കുറച്ച് നോമ്പിനൊക്കെ നമ്മൾ ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഞാനും ഡാഡിയും മമ്മിയൊക്കെ ഫുൾ ട്രിപ്പോളജിക്കൽ കൊളാട്രിഫിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, നല്ല കിളികളുടെ നാദമൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കിളികൾ ഡാഡിയും അമ്മയും മുത്തുമണികൾ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങളിത് അവിടെ ഒരു ലോഡ് ചോളം പറിച്ച്, ഇവിടെ പുൽപ്പള്ളി കാട്ടിൽ നിന്ന് പറിച്ച ചോളാണ്. ഓക്കെ, കണ്ടില്ല നിങ്ങൾ?